ഗസയിൽ 2 മാസത്തേക്ക് വെടിനിർത്താൻ അമേരിക്ക മുന്നോട്ട് വെച്ച പദ്ധതി ഇസ്രയേൽ അംഗീകരിച്ചു. വെടിനിർത്തൽ നിർദ്ദേശം പരിശോധിച്ചു വരികയാണെന്ന് ഹമാസ്. പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ നാശം നേരിടേണ്ടി വരുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് മുന്നറിയിപ്പ് നൽകി. ഇസ്രയേൽ ആക്രമണത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 70 പേർ കൊല്ലപ്പെട്ടു. 60 ദിവസത്തെ വെടിനിർത്തൽ പദ്ധതിയാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. ജീവനോടെയുള്ള 18 ഇസ്രായേലി ബന്ദികൾക്കും മരിച്ച 10 ബന്ദികൾക്കും പകരമായി 1236 പലസ്തീൻ തടവുകാരെ വിട്ടയക്കാനും 180 പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൈമാറാനുമാണ് വ്യവസ്ഥ. വെടിനിർത്തൽ കരാറിൽ ഹമാസ് ഒപ്പിടുന്ന പക്ഷം ഗസയിലേക്ക് ഐക്യരാഷ്ട്രസഭയും റെഡ് ക്രസന്റും മറ്റ് സന്നദ്ധ സംഘടനകളും മാനുഷിക സഹായമെത്തിക്കും. വെടിനിർത്തൽ കരാർ വ്യവസ്ഥയോട് ഇസ്രായേൽ യോജിച്ചെങ്കിലും പദ്ധതി പരിശോധിച്ചു വരികയാണെന്നായിരുന്നു ഹമാസിന്റെ പ്രതികരണം. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെങ്കിൽ ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കണമെന്നും ബാക്കിയുള്ള 58 ബന്ദികളെയും കൈമാറണമെന്നുമാണ് ഇസ്രായേലിന്റെ ആവശ്യം. എന്നാൽ സമ്പൂർണ്ണ നിരായുധീകരണത്തോട് ഹമാസ് യോജിച്ചിട്ടില്ല. പകരം ഗസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഒഴിഞ്ഞാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാനാകൂ എന്നാണ് ഹമാസിന്റെ നിലപാട്. 60 ദിവസത്തെ വെടിനിർത്തൽ സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പ്രതികരിച്ചു. വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ കനത്ത ആക്രമണം നേരിടേണ്ടിവരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24.